ബിഗ് ബോസ് സീസൺ 3 താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. ബിഗ് ബോസ് വീട്ടിൽ ഈ 8 മത്സരാർത്ഥികളുടെയും പെർഫോമൻസ് കാരണം അവർ നേടിയെടുത്ത കോട്ടവും നേട്ടവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നോബിയെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. നോബി സേഫ് പ്ലെയറാണ്. വ്യക്തി എന്ന നിലയിൽ ഇമേജ് തകർച്ച സംഭവിച്ചിട്ടില്ല. എങ്കിലും പെർഫോമൻസ് നോക്കിയാൽ വൻ പരാജയമാണ്. നിലവിൽ ഉണ്ടായിരുന്ന ഫാൻ ബേസ് കുറച്ച് പടിയിറങ്ങേണ്ടി വരുന്ന ആളാണ്. എന്നിരുന്നാലും വെറുപ്പ് ഇതുവരെ സമ്പാദിച്ചിട്ടില്ല. ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് അനൂപിനെ കുറിച്ചാണ്. ഏറെക്കുറെ സേഫ് പ്ലെയർ, എന്നാൽ ഫിസിക്കൽ ടാസ്കുകളിൽ മികച്ച പെർഫോമൻസ്, മറ്റ് ടാസ്കുകളിൽ മോശമല്ലാത്ത പ്രകടനം, 2 പുരുഷന്മാരെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ആരോഗ്യവാൻ, വ്യക്തിത്വം കൊണ്ട് ആവറേജ്. അതിനാൽ തന്നെ പ്രകടനം നന്നായാലും ഫാൻ ബേസ് ഇല്ല. സീതാ കല്യാണിൽ നിന്ന് ബിബിയിലേക്ക് എത്തുമ്പോൾ വ്യക്തി എന്ന നിലയിൽ ഇമേജ് തകർച്ചയും പെർഫോമൻസ് നോക്കുമ്പോൾ മികച്ച ഇമേജും ഉണ്ടാക്കിയ വ്യക്തിയാണ്. ഇനി മൂന്നാമതായിട്ട് റംസാനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. മികച്ച ഫാൻ ബേസുമായി വന്ന് എല്ലാം കളഞ്ഞു കുളിച്ച് മോശം ഇമേജുമായി ഇറങ്ങുന്ന വ്യക്തി. നല്ല പെർഫോമർ ആണെങ്കിലും വ്യക്തി എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയം. അഹങ്കാരം, ധാർഷ്ട്യം, ബഹുമാനമില്ലായ്മ, പുച്ഛം എന്നിവയുടെ സമ്മിശ്രമാണ് റംസാൻ. സ്നേഹിക്കുന്നവരെ കാലിനടിയിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന വികല മനോഭാവം ഭാവി ജീവിതത്തെ തീർച്ചയായും മോശമായി ബാധിക്കും. തിരുത്തലുകൾ ഏറ്റവും കൂടുതൽ വേണ്ട വ്യക്തി. മികച്ച വഴക്കമുള്ള നല്ല ശരീരം, സൂപ്പർ ഡാൻസർ, സുന്ദരൻ, നല്ല പെർഫോമർ. സായിയുടെ ഉയർച്ച അവൻ്റെ ദാനമല്ലായിരുന്നു എന്നും സായിക്കും ഋതുവിനും അവനേക്കാൾ മികച്ച സ്വീകാര്യത ഉണ്ടായിരുന്നു എന്നും പുറത്തിറങ്ങിയാൽ മനസ്സിലാകും. ഇനി നാലാമതായിട്ട് പറയാൻ പോകുന്നത് കിടിലൻ ഫിറോസിനെ പറ്റിയാണ്. മികച്ച ഗെയിം പ്ലാനുകൾ, അഭിനയിക്കേണ്ട ടാസ്കുകളിൽ പോലും അപ്രതീക്ഷിതമായി മികച്ച പ്രകടനങ്ങൾ, മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ് പ്രശംസനീയമാണ്. കോർട്ട് ടാസ്കിൽ വ്യക്തവും കുറിക്ക് കൊള്ളുന്നതുമായി നന്നായി മറുപടി കൊടുത്തത് കിടലനായിരുന്നു. ശക്തരായവരുടെ ഫാൻസ് സമ്മതിക്കില്ലെങ്കിലും ഗ്യാങ് ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് അയാളുടെ കഴിവാണ്. എന്നിരുന്നാലും കിടിലനിൽ ജനങ്ങൾക്ക് കുടിലത കൂടി കാണാനായിട്ട് കഴിഞ്ഞതിനാലാകണം ഇമേജ് തകർച്ച നേരിട്ട് തന്നെയാണ് ഫിറോസ് തിരിച്ചിറങ്ങുക. ഇനി അഞ്ചാമതായിട്ട് ഋതുമന്ത്ര. ഒറ്റ വാക്കിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആത്മാർത്ഥതയുള്ള വ്യക്തി. ആത്മാർത്ഥത കാണിച്ചവരിൽ നിന്നെല്ലാം തിരിച്ചടികൾ നേരിട്ട വ്യക്തി. റംസാനോടുള്ള അമിത വിധേയത്വമാണ് അപാകത. ജീവിത സാഹചര്യങ്ങളെ, കുറവുകളെ സിമ്പതിക്കായി ഉപയോഗിക്കാത്ത മത്സരാർത്ഥി. പോളിഷ്ഡായ സംസാരം, പെർഫോമൻസ് ടാസ്കുകളിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മികച്ച പെർഫോമറാണ് ഋതു. പാട്ടും ഡാൻസും അഭിനയവും ഒരുപോലെ കാഴ്ചവെക്കുന്ന മികച്ച എൻ്റർടൈനർ. ചില ആദ്യകാല പെർഫോമൻസുകൾ ഒഴിച്ചു നിർത്തിയാൽ ഫിസിക്കൽ ടാസ്കുകളിൽ നല്ല ശ്രമങ്ങൾ നടത്തിയെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒറ്റപ്പെടുന്നവരെ ലാഭം നോക്കാതെ ചേർത്ത് നിർത്തുന്നതായിട്ട് കാണാം. വ്യക്തി കേന്ദ്രീകൃതമായ ആക്രമണങ്ങൾ അകത്തും പുറത്തും ഒരുപോലെ നേരിട്ട വ്യക്തി. സിംഗിൾ പാരൻ്റ് വളർത്തിയ കുട്ടിയായിട്ടും മികച്ച ആത്മവിശ്വാസം ഋതുവിൽ കാണാം. നല്ല വസ്ത്രധാരണം വഴിയും പോളിഷ്ഡായ സംസാരം വഴിയും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഋതുവിന് കഴിഞ്ഞു. ഇനി ആറാമതായിട്ട് സായി വിഷ്ണുവിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി പുറത്തു വരുന്നത് സായി ആണെന്ന് നിസ്സംശയം പറയാം. ആദ്യ നാളുകളിൽ വെറുപ്പുളവാക്കുന്ന, നെഞ്ചും തള്ളി വരുന്ന, പരസ്പര ബഹുമാനം തീരെയില്ലാത്ത പക്കാ ലോക്കൽ എന്നതിൽ നിന്ന് പൊതുജനത്തിന് സ്വീകാര്യനായ സായിയുടെ വളർച്ച പ്രശംസനീയമാണ്. കൂടെ നടക്കുന്നവരെ, സ്നേഹിക്കുന്നവരെ അകാരണമായി വ്യക്തിഹത്യ ചെയ്യുന്ന സ്വഭാവം, അടി ഉണ്ടാക്കുമ്പോൾ നെഞ്ചും തള്ളി വരുന്ന സ്വഭാവം എന്നിവ ഒഴിച്ചു നിർത്തിയാൽ ശാന്തനായ സായി വിഷ്ണുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പെർഫോമൻസുകളും അഭിനയവും തികച്ചും ആവറേജ് മാത്രമാണ്. അതിലും നല്ല അഭിനയം ചില ഷോർട്ട് ഫിലിമുകളിൽ കാഴ്ചവെച്ചതായിട്ട് കാണുന്നു. സിനിമാ മേഖലയിൽ തിളങ്ങിയില്ലെങ്കിലും മോഡലിംഗ് മേഖലയിൽ തിളങ്ങാനായിട്ട് സാധ്യത കാണുന്നു. ഇനി ഏഴാമതായിട്ട് ഡിംപിൾ ബാലാണ്. ആദ്യ ദിനം തന്നെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി. ഒരു സർവൈവർ എന്ന നിലയിൽ മികച്ച പ്രകടനം. അച്ഛൻ മരിച്ചതറിയാതെ ഒരു മാലാഖയെ പോലെ
കൺസെഷൻ റൂമിൽ പോയ ഡിംപിളിനെ സ്നേഹത്തോടെ ഓർക്കുന്നു. രണ്ടാം വരവിൽ അത്ര താല്പര്യമില്ലാതായ വ്യക്തി അമ്മയുടെ ഇൻ്റർവ്യൂവും അതിന് കാരണമാകാം. 50% നല്ലതും 50% ഫേക്കുമാണ് ഡിംപിൾ എന്നാണ് എൻ്റെ നിരീക്ഷണം. തിരിച്ച് വരവിൽ കളി പഠിച്ച് വന്ന യോദ്ധാവിൻ്റെ ആത്മവിശ്വാസം ഡിംപിളിൽ കാണാമെങ്കിലും മുഴുവൻ സമയം പരദൂഷണം, സ്വന്തം അവസ്ഥയെ മാർക്കറ്റ് ചെയ്യൽ, സിമ്പതി പിടിച്ചുപറ്റൽ എന്നിവ പയറ്റിയതിനാൽ രണ്ടാം വരവിൽ വെറുപ്പ് സമ്പാദിച്ചാണ് മടക്കം. അവസാന ടാസ്കിലെ മികച്ച പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് വയ്യാഞ്ഞിട്ടും ഞാൻ ചെയ്തല്ലോ എന്ന ഡയലോഗ് സിമ്പതിക്ക് വേണ്ടി മാത്രം ഇറക്കിയതായി തോന്നുന്നു. അസുഖമുള്ള കുട്ടി എന്ന പരിഗണന മാറ്റി നിർത്തി ചിന്തിച്ചാൽ ഒരു ആവറേജ് പെർഫോമർ, ജീവിതത്തോട് പൊരുതുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഡിംപിൾ ബഹുമാനം അർഹിക്കുന്നു. ഇനി 8ാമതായിട്ട് മണിക്കുട്ടനാണ്. മണിക്കുട്ടൻ്റെ പെർഫോമൻസിനെ DFK പുറത്തു പോകുന്നതിന് മുമ്പും ശേഷവും എന്ന് രണ്ടായി ഭാഗിക്കേണ്ടി വരും. ആദ്യ ഭാഗത്ത് 100% മികച്ച വ്യക്തി, പെർഫോമർ, എൻ്റർടൈനർ ആയിരുന്നു എന്ന് നിസ്സംശയം പറയാം. DFK പോയതിനു ശേഷം ആത്മാർത്ഥമായ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള ഒരു ചിരി പോലും കാണാൻ സാധിച്ചിട്ടില്ല. മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാകാം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പോലും ചിരി അഭിനയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഡിംപിളിൻ്റെ രണ്ടാം വരവ് കൊണ്ട് പരദൂഷണക്കാരനായ മണിക്കുട്ടനെയും നമ്മൾ കണ്ടു. ആദ്യം ഉണ്ടാക്കിയ മികച്ച ഫാൻ ബേസിൽ നിന്ന് 25% ഇടിവ് രണ്ടാം വരവിൽ മണിക്കുട്ടന് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മറ്റാരെക്കാളും ആരാധകരുള്ള വ്യക്തിയാണ് മണിക്കുട്ടൻ. ഋതു മണിക്കുട്ടൻ കോംബോ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇപ്പോഴും തരംഗമാണ്. സ്വന്തമായി വീടില്ല എന്ന് കേട്ടിരുന്നു. അതുകൊണ്ടുകൂടി മണിക്കുട്ടൻ വിജയിയാകണം എന്നും നല്ല വിവാഹ ജീവിതം ലഭിക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തൻ്റെ സങ്കല്പങ്ങളുമായി ചേർന്ന് പോയില്ലെങ്കിലും ഡിംപിളിനേക്കാൾ നല്ല സുഹൃത്തായിരുന്നു സൂര്യ എന്നത് മണിക്കുട്ടൻ തിരിച്ചറിയട്ടെ. അവസാന നാളുകളിൽ ഋതുവിനെ കുറ്റം പറഞ്ഞതിൽ പുറത്തിറങ്ങുമ്പോൾ മണിക്കുട്ടൻ ഖേദിക്കും എന്നതും ഉറപ്പാണ്. റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് സീസൺ 3 ഷൂട്ടിംഗ് നിർത്തിവെച്ചു. കോവിഡ് സാഹചര്യത്തിൽ തമിഴ്നാട് ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മലയാളത്തിൽ ഏറ്റവും ജനപ്രീതി ആർജിച്ച റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. നോബി, ഡിംപിൾ, കിടിലം ഫിറോസ്, മണിക്കുട്ടൻ, മജിസിയ ബാനു, സൂര്യ മേനോൻ, ലക്ഷ്മി ജയൻ, സായി വിഷ്ണു, അനൂപ് കൃഷ്ണൻ, അഡോണിറ്റി ജോൺ, റംസാൻ മുഹമ്മദ്, ഋതു മാന്ത്ര, സന്ധ്യ മനോജ്, ഭാഗ്യലക്ഷ്മി എന്നിവരായിരുന്നു തുടക്കത്തിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളായി എത്തിയത്. വൈൽഡ് കാർഡ് എൻട്രിയായി ഫിറോസ്, സജന ദമ്പതിമാരും മിഷേലും രമ്യ പണിക്കരും എത്തി. ബിഗ് ബോസിലെ നിയമം തെറ്റിച്ചതിൻ്റെ പേരിൽ ഫിറോസ്, സജന ദമ്പതിമാരെ പുറത്താക്കിയിരുന്നു. കിടിലൻ ഫിറോസ്, ഋതുമന്ത്ര, സായി വിഷ്ണു, റംസാൻ, മണിക്കുട്ടൻ, നോബി, ഡിംപിൾ, അനൂപ് കൃഷ്ണൻ എന്നിവരാണ് ഏറ്റവും ഒടുവിൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത്. കോവിഡിൻ്റെ വ്യാപനം മൂലം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നുവെന്നും പ്രതിസന്ധി മാറിയാൽ ഉടൻ തന്നെ ബിഗ് ബോസിൻ്റെ സംപ്രേഷണം പുനരാരംഭിക്കുന്നതായിരിക്കുമെന്നാണ് ഏഷ്യാനെറ്റ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.